ഇന്നലെയായിരുന്നു മുംബൈ കോർപ്പറേഷനിലെ റിസൾട്ട് വന്നത്. അവിടെ ശിവസേനയുടെയും താക്കറെ കുടുംബത്തിൻ്റെയൊക്കെ ഏതാണ്ടൊരു 3 പതിറ്റാണ്ട് കുത്തക അത് അവസാനിച്ചു. അത് BJP തിരിച്ചു പിടിച്ചിരിക്കുന്നു. ആദ്യമായിട്ട് കോർപ്പറേഷൻ, അതും ഇന്ത്യയിലെ തന്നെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള കോർപ്പറേഷനാണ് BJP പിടിച്ചിരിക്കുന്നത്. അതിനുശേഷം ചില പ്രതികരണങ്ങൾ വന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രാഹുൽ ഗാന്ധിയുടെ പ്രതികരണമാണ്. അവിടെ ഈ മഷി പുരട്ടുന്നതിന് പകരം മാർക്കർ വെച്ച്, അതായത് ഒരാൾക്ക് തന്നെ പല വോട്ടുകൾ ചെയ്യാമെന്നുള്ള രീതിയിൽ മാർക്കർ വെച്ചാണ് വോട്ട് രേഖപ്പെടുത്തിയത് എന്നൊക്കെയുള്ള തരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അതെന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടാവും? അതിന് രണ്ട് തലങ്ങളുണ്ടോയെന്ന് തോന്നുന്നു. അതിന് ഒന്നാമത് ഈ മഹാവികാസ് അഘാഡിയുടെ പരാജയത്തിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തേത് ഈ പറയുന്ന പലതരത്തിലുള്ള ക്രമക്കേടുകളെക്കുറിച്ചുള്ള ആരോപണം. ആദ്യത്തെ എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ മഹാവികാസ് അഘാഡിയിലെ പ്രധാനപ്പെട്ട കക്ഷിയായിട്ടുള്ള ശിവസേനയിലെ ഉദ്ധവ് താക്കറെ വിഭാഗം അതിൻ്റെ ഒരു സിങ്കിങ് സ്റ്റേജിലാണ്. അത് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ പൂർണ്ണമായും മുങ്ങി ഒരു കാലത്തും പൊങ്ങി വരാത്തൊരു ശക്തിയായിട്ട് തീർന്നു പോകുന്നുള്ളതല്ല അത്, പക്ഷേ അതിൻ്റെ ഒരു ദുർബലത ആവർത്തിച്ച് പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നു. അതിനെ തീർക്കാൻ BJP നല്ല പണിയെടുത്തിട്ടുണ്ട്. ഒന്നതിനെ വിഘടിപ്പിക്കുക, എന്നിട്ട് ഷിൻഡെയുടെ തരത്തിലൊരു പാർട്ടിയാക്കി മാറ്റുക. ആ പാർട്ടിയാണോ ആധികാരികമായ പാർട്ടി, അതോ ഉദ്ധവിൻ്റെ പാർട്ടിയാണോ ആധികാരിക എന്നതിൽ കേസുണ്ടാവുക. ആ കേസിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്ന നിഷ്പക്ഷ സംവിധാനം ഷിൻഡെയുടേതാണ് ശരിയായ പാർട്ടി എന്ന് തീരുമാനിക്കുക. എന്നിട്ട് അമ്പും ബില്ലും എന്ന് പറയുന്ന ബാൽ താക്കറെ ഉണ്ടാക്കി വെച്ച ചിഹ്നം ഷിൻഡെയ്ക്ക് കൊടുക്കുക. നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് ചെയ്യുന്നു. അത് സുപ്രീം കോടതിയിൽ ചെല്ലുന്നു. സുപ്രീം കോടതിയും ഷിൻഡെയുടെ പാർട്ടിയാണ് ശരിയായ പാർട്ടി എന്ന് തീരുമാനിക്കുന്നു. അമ്പും ബില്ലും അവർക്ക് കൊടുക്കുന്നു. അപ്പോൾ തന്നെ ഈ മറാത്ത പൊളിറ്റിക്സിൻ്റെ പേരിൽ വൈകാരികമായി ആളെ കൂട്ടി തടുത്ത് നിർത്തിയിരുന്ന ഈ പാർട്ടിയിൽ ഏതാണ് ശരിയായ പാർട്ടി, ഏതാണ് താക്കറയുടെ പാർട്ടി, ഏതാണ് ശിവസേന എന്ന ആശയക്കുഴപ്പം ജനങ്ങളിൽ ഉണ്ടാവുന്നു. അങ്ങനെ തന്നെ ആ പാർട്ടിയുടെ ഉദ്ധവിൻ്റെ ഒരു അസ്തിത്വ പ്രശ്നത്തെ അവിടെ സൃഷ്ടിക്കുന്നതിൽ BJPക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഇത്തവണ അവർ ഒരുമിച്ചല്ലേ നിന്നത്? അല്ല, അവർ അല്ല, അതൊന്ന് BJPയുടെ കൂടെ. അവിടെ ഉദ്ധവ് ഇവരുടെ ഷിൻഡെയുടെ പാർട്ടി BJP ആൻഡ് NCP അല്ലേ, അജിത് പവാറിന്റെ പാർട്ടി. അതുകൊണ്ട് ഇപ്പുറത്ത് കോൺഗ്രസ് NCP പ്ലസ് NCP രണ്ടായല്ലോ, അജിത് പവാറിന്റെ ആണ് അപ്പുറത്ത്. ഇവിടെയും കോൺഗ്രസ് NCP പിന്നെ ഈ ഉദ്ധവ്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, BJPക്ക് എങ്ങനെയാണ് പരമാവധിയിൽ വംശീയത അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയം പറയുമ്പോൾ, നോക്കൂ ഉദ്ധവ് താക്കറെ, ബാൽ താക്കറയുടെ മകൻ ഇപ്പോൾ കോൺഗ്രസിന്റെ കൂടെ പോയിരിക്കുകയാണ്. കോൺഗ്രസ് അല്ല, കോൺഗ്രസ്. അവർ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്നോട്ട് പോയിരിക്കുന്നു. ഹിന്ദു ഐഡിയോളജി, രാമക്ഷേത്രം പോലുള്ള പ്രധാനപ്പെട്ട ആവശ്യങ്ങളെല്ലാം പിന്മാറി കോൺഗ്രസിൻ്റെ കൂടെ കൂടിയിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അവരെ പരമാവധി സൈഡ് ലൈൻ ചെയ്യാനുള്ള പ്രയത്നം വ്യാപകമായി നടത്തി. എന്ന് മാത്രമല്ല, നഗര വോട്ടർമാരെ സ്വാധീനിക്കാൻ കഴിയുന്ന പലതരത്തിലുള്ള വികസന മോഡലുകൾ അവതരിപ്പിക്കുകയും പല വാഗ്ദാനങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തു. അങ്ങനെ പല കാരണങ്ങളാൽ ഉദ്ധവ് താക്കറെയുടെ പാർട്ടിക്ക് ഉണ്ടാകുന്ന ക്ഷീണം അത് മഹാവികാസ് അഘാഡിയെ സ്വാഭാവികമായിട്ടും സ്വാധീനിക്കുമല്ലോ. അതിൽ പ്രധാനപ്പെട്ട കക്ഷിയാണ്. അതിൽ തന്നെയും ആഭ്യന്തര സംഘർഷങ്ങൾ പിന്നെയും വേറെ കിടക്കുകയാണ്. അപ്പോൾ അതൊരു പരാജയത്തിൻ്റെ ഒരു കോർ റീസൺസിൽ ഒന്നാണ്. കാരണം BJP ഒരു പാർട്ടിയെ, ഒരു ലോക്കൽ പാർട്ടിയെ വിഴുങ്ങാൻ തീരുമാനിച്ചാൽ എല്ലായിടത്തും വിഴുങ്ങും. നമ്മളിപ്പോൾ കാണുന്നത് തന്നെ ബീഹാറിൽ എവിടെയായിരുന്നു ആ പാർട്ടി? ഇന്ന് ബീഹാറിലെ സിംഗിൾ ലാർജസ്റ്റ് കക്ഷി ഏതാണ്? അത് BJP ആണ്. മഹാരാഷ്ട്രയിലേക്ക് വരുമ്പോൾ മഹാരാഷ്ട്രയിലും ഈ നടന്ന ലോക്കൽ ബോഡിയിൽ സിംഗിൾ ലാർജസ്റ്റ് BJP ആണ്. BJPക്ക് ഒരു പാർട്ടിയെ വിഴുങ്ങാൻ, ഒന്നിനെ ഇല്ലാതാക്കാൻ, വളരാൻ കഴിയുമെന്ന് അവർ തീരുമാനിച്ചാൽ അവർക്കതിന് പല മാർഗ്ഗങ്ങളുണ്ട്. പല മാർഗ്ഗങ്ങളിലൊന്നും ഇതാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിയെ ശിഥിലീകരിക്കുകയോ ദുർബലപ്പെടുത്തുകയോ ചെയ്യുക, അവിടേക്കെല്ലാം എൻക്രോച്ച് ചെയ്യുക, കടന്നു കയറുക, ഇൻവേഡ് ചെയ്യുക, അങ്ങനെ പിടിക്കുക എന്നുള്ളതാണ് BJPയുടെ പരിപാടി. അതിലൊരു ദൂരം അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റി. രണ്ടാമത്തേത്, ഈ സമീപകാലത്ത് ഇന്ത്യയിൽ നടന്നിട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളുമായും ബന്ധപ്പെട്ട് വരുന്ന ഈ ക്രമക്കേട് ആരോപണമാണ്. അതിൽ നേരത്തെ പറഞ്ഞ പോലെ മാർക്കർ വെച്ച് മായ്ക്കുക. മാർക്കർ വെച്ച് മായ്ക്കുക എന്ന് വെച്ചാൽ, നമ്മൾ ബോർഡിലൊക്കെ എഴുതുന്ന മാർക്കറുണ്ട്, പെർമനന്റ് മാർക്കോ അല്ലാത്തത്. അതിലെ പെർമനന്റ് മാർക്ക് വെച്ച് അവർ വരയ്ക്കുന്നത്. അത് പോകരുതാണ് ഇവർ പറയുന്നത്. വീട്ടിൽ കൊണ്ടുവന്നിട്ട് മറ്റേ സാധനം തേച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് പോകും. അത് ഒരുപാട് പേർ റീലിലൊക്കെ പങ്കുവച്ചു, ചുമ്മാ കൂളായിട്ട് മായ്ച്ച് കളയാം എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് ഇത് ശ്രദ്ധിക്കപ്പെട്ടത്. അല്ലാതെ മാർക്കർ വെച്ചാണോ വരയ്ക്കുന്നതെന്ന കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് കമ്മീഷൻ പറയുന്നത്. ആരാ ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്? കമ്മീഷൻ. എന്നിട്ട് കമ്മീഷൻ്റെ ശ്രദ്ധയിലൊന്നും പെട്ടിട്ടില്ല എന്നാണ്. അപ്പോൾ കമ്മീഷൻ പറഞ്ഞു, ഇനി മേലാൽ ഇത് ഉപയോഗിക്കാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കും, ഇപ്പോൾ എങ്ങനെ ഉപയോഗിച്ചു എന്ന കാര്യം പരിശോധിക്കുമെന്നാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്, ഇവിടെ കുറേ കാലമായിട്ട് ഞങ്ങളിതാ ഉപയോഗിക്കുന്നത്, ഇതിനൊരു കുഴപ്പമുണ്ടായിരുന്നില്ല, ഉപയോഗിക്കാൻ അനുമതി ഉണ്ടായിരുന്നുള്ളതാണ്. ഇതിൻ്റെ പ്രശ്നം എന്താണ്? നിങ്ങൾ ഒരു തവണ മാത്രമേ വോട്ട് ചെയ്യുന്നുള്ളൂ, രണ്ടാമത് വോട്ട് ചെയ്യാൻ നിങ്ങൾ വരുന്നില്ല എന്ന് ഉറപ്പാക്കാനാണല്ലോ കയ്യിൽ മഷി തേക്കുന്നത്. ഇത് മായ്ച്ച് കളഞ്ഞിട്ട് വീണ്ടും വരാം എന്ന പ്രശ്നം വന്നാൽ ആൾക്കാർക്ക് വന്ന് കൂളായിട്ട് വോട്ട് ചെയ്യാം, രണ്ടാമതും വോട്ട് ചെയ്യാം. സമീപകാലത്ത് ഇന്ത്യയിൽ കേട്ടുള്ള പ്രശ്നം എന്താണ്? 22-32 ഒക്കെ സ്ഥലത്ത് ബൂത്തിൽ പോയിട്ട് ഒരാളുടെ പേരിൽ വോട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരാൾ തന്നെ പലയിടത്ത് വോട്ട് ചെയ്യുന്നു. കഴിഞ്ഞ തവണ UP ഇലക്ഷൻ സമയത്താണ് ഒരു മനുഷ്യൻ 5 ഇടത്ത് വോട്ട് ചെയ്തു. അയാൾ സെൽഫി ക്യാമറ ഓൺ ആക്കിയിട്ട് 5 ഇടത്തും വോട്ട് ചെയ്തതിൻ്റെ പടം അങ്ങോട്ട് അപ്ലോഡ് ചെയ്തു. അതിനൊക്കെ അയാൾക്ക് പറ്റി. അത് കണ്ടപ്പോൾ പിന്നെ കമ്മീഷൻ അത് പരിശോധിക്കാൻ, റെഗുലറൈസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത്
എല്ലായിടത്തും കേൾക്കുന്ന തെരഞ്ഞെടുപ്പ് ക്രമക്കേടിൻ്റെ കഥ ഇവിടെ നിന്നും കേൾക്കുന്നുണ്ട്. പല ആളുകളെ അവസാനം വെട്ടിക്കളഞ്ഞു, ഭയങ്കരമായിട്ട് കൈക്കൂലി വാങ്ങി വെട്ടിക്കളഞ്ഞു, കൈക്കൂലി വാങ്ങി ഉൾപ്പെടുത്തിയിട്ടുള്ള പരാതികൾ ഈ ലോക്കൽ ബോഡി ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അവിടുത്തെ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേട്ടിട്ടുള്ള ഒന്നാണ്. അപ്പോൾ തുടക്കത്തിൽ തന്നെ ക്രമക്കേട് ആരോപണം അവിടെ ഉണ്ട്. നമ്മളിപ്പോൾ കണ്ടല്ലോ, രാജസ്ഥാനിലെ ഇന്നലത്തെ കാര്യം കണ്ടില്ലേ, അവിടെ ഒരു മണ്ഡലത്തിലെ BLO പറയുകയാണ് അവിടെ 471 മുസ്ലിം വോട്ടുകൾ വെട്ടിക്കളയാൻ അവിടുത്തെ MLA എന്നെ നിർബന്ധിക്കുകയാണ്. MLA 971 വോട്ടിനാണ് കഴിഞ്ഞ തവണ ജയിച്ചത്. മുസ്ലിങ്ങൾക്ക് സാമാന്യം നല്ല വോട്ടുള്ള ഒരു മണ്ഡലമാണ്. അപ്പോൾ 971 വോട്ടിന് മാത്രം ജയിച്ച റിസ്കി മണ്ഡലമാണ്. അടുത്ത തവണ ജയിക്കണമെങ്കിൽ കുറേ മുസ്ലിങ്ങളുടെ പേര് വെട്ടണം. ഇയാൾ നിർബന്ധിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, ഞാൻ അവരെ എല്ലാം പോയി കണ്ടതാണ്, അവരൊക്കെ ജീവിച്ചിരിക്കുന്നു, അവരുടെ എല്ലാം പേപ്പറുണ്ട്, അവിടുത്തെ വോട്ടർമാരെ എന്ത് ചെയ്യണം, അവരെ വെട്ടാൻ പറഞ്ഞാൽ വെട്ടണം, ഇല്ല തന്നെ സസ്പെൻഡ് ചെയ്യും. ഇയാൾ ഹൈസ്കൂൾ അധ്യാപകനാണ്. ഇയാൾ ആകെ സമ്മർദ്ദത്തിലായി. ഇയാൾ BJPയുടെ അവിടുത്തെ കൗൺസിലറെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ കളക്ടറുടെ ഓഫീസിൽ പോയിട്ട് ആത്മഹത്യ ചെയ്യും എന്നെ നിർബന്ധിച്ചാൽ. ആ ഓഡിയോ പിന്നീട് പുറത്തു വന്നു. അതാണ് നമ്മളിപ്പോൾ കണ്ട കാര്യം. പശ്ചിമ ബംഗാളിലെ ഒരു BLO ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഈ പണി എല്ലാ ഇലക്ഷനും നടക്കുകയാണ്. ഈ SIR എന്ന് പറഞ്ഞാൽ ഏർപ്പാട് തന്നെ ഇവർക്ക് എന്തോ കയറി മേയാനുള്ള ഏർപ്പാടായിട്ട് മാറ്റിയിരിക്കുകയാണ്. കേരളത്തിൽ കുറേ പേര് പുറത്തു പോയി. കഴിഞ്ഞ ദിവസം ജോൺ ബിട്ടാസ് പറയുകയാണ്, ജോൺ ബിട്ടാസ് തിരുവനന്തപുരത്ത് സ്ഥിരതാമസമാക്കിയിട്ട് 5 നിയമസഭാ ഇലക്ഷനിലും 5 ലോക്സഭാ ഇലക്ഷനിലും വോട്ട് ചെയ്തു. അത് തന്നെ ഹിയറിംഗിന് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്, നിങ്ങളുടെ പേപ്പർ നോക്കിയല്ല. എന്നിട്ട് മുതുമുത്തച്ഛന്മാരുടെ പേപ്പറുമായിട്ട് ഇരിക്കുകയാണ്. പുള്ളിയെ അടുത്ത് BLO വന്ന് പുള്ളി ക്യാമറ ഉണ്ടാക്കിയിട്ട് BLO ഇരുത്തിയിട്ട് പറയുകയാണ് എല്ലാവരും, ഇതാണ് എൻ്റെ അവസ്ഥ, ഇതാണ് ഇന്ത്യയിലെ അവസ്ഥ. ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ പോയി അവിടുത്തെ ക്രിക്കറ്റ് താരങ്ങളെയും സിനിമാ താരങ്ങളെയൊക്കെ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്, നിങ്ങളിവിടെ ഉള്ള ആളാണോ സംശയമുണ്ടെന്ന്. അതൊരു വശത്ത്. രണ്ടാമത്തെ എന്താണ്, പർപ്പസ്ഫുള്ളി ആളുകളെ വെട്ടിക്കളയാണ്. അതാണ് നമ്മൾ കർണാടകയെ കണ്ടത്. ആരും അറിയാതെ ആരുടെയൊക്കെ പേരിൽ എവിടെ നിന്നെല്ലാമോ ഇഷ്യൂസ് റേസ് ചെയ്യുന്നു, ആളുകളെ വെട്ടിക്കളയുന്നു. അപ്പോൾ ഈ പ്രശ്നം എല്ലാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ട്. അതിപ്പോൾ കർണാടക ലോക്കൽ ബോഡിയിലും പ്രവർത്തിച്ചിട്ടുണ്ടാവാം. പക്ഷേ കർണാടക ലോക്കൽ ബോഡിയിൽ പലതരത്തിലുള്ള കാരണമുണ്ട്. ഉദ്ധവ് താക്കറെ വിഭാഗം അങ്ങനെ ഒരു ഭയങ്കര പ്രഭാപൂരിതമായിട്ടുള്ള അവസരമൊന്നുമല്ല നിൽക്കുന്നത്. അവർ കുറച്ച് ഒരു ഡിക്ലൈനിങ് സ്റ്റേജിലാണ്. അത് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അലയൻസ് ഉണ്ടാക്കാൻ BJPക്ക് പറ്റി. ഇവർ ദുർബലപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. NCPയും അവിടുത്തെ അവർ വലിച്ചു കയറി, അവിടുത്തെ ശിവസേനയും അവർ കയറി. അപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട 2 ലോക്കൽ കക്ഷികളെയും തീർത്തിട്ടാണ് BJP അവിടെ പ്ലേ എടുത്തിട്ടുള്ളത്. അതിൽ BJPക്ക് ജയിക്കാൻ കഴിയും. അപ്പം ജനാധിപത്യം എന്ന് പറയുന്ന ആശയത്തെ, അതിനെക്കുറിച്ച് നമ്മളിവിടെ ഡിസ്കസ് ചെയ്താണ്. ഒരു പാർട്ടിയെ പിളർത്തുക, അതിൽ BJPക്ക് ആവശ്യമുള്ള പാർട്ടിയെ ഔദ്യോഗിക പാർട്ടിയാക്കാൻ കഴിയുന്ന തരത്തിൽ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അതിന് പിന്തുണ കൊടുക്കുക, സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് കിട്ടുക, കമ്മീഷനിൽ നിന്ന് അനുകൂല ഉത്തരവ് കിട്ടുക, അതിനുശേഷം അവിടെ തെരഞ്ഞെടുപ്പിൽ അവർ ജയിക്കുക. അപ്പോൾ അത് തന്നെയുണ്ട് ജനാധിപത്യത്തെ എങ്ങനെയാണ് നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത്. രണ്ടാമത് ജനാധിപത്യത്തെ നിർണ്ണയിക്കുന്നതിൻ്റെ പ്രോസസ്സ്, പ്രക്രിയ എന്ന് പറയുന്ന വോട്ടെടുപ്പ്, അതിനെക്കുറിച്ചുള്ളതാണ് നമ്മൾ ഡെയിലി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മഹാരാഷ്ട്രയുടെ കാര്യം പറയുമ്പോൾ, മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കഥ ഞാൻ അടുത്ത് പറയാൻ പോകുന്നതാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇതുവരെ പൂർണ്ണമായി വന്നിട്ടില്ല. മഹാരാഷ്ട്ര നിയമസഭയിൽ പ്രതീക്ഷിച്ച വിജയം ഇവർക്ക് മഹാവികാസ് അഘാഡിക്ക് നേടാൻ പറ്റാത്തതിന് പിന്നിൽ വൻ ക്രമക്കേട് നടന്നു. ഹരിയാന മോഡലിൽ നിന്നാണ്. അതിന് വരാനുണ്ട്. അതിൻ്റെ ഒരു സൂചനയായിട്ട് ഈ ലോക്കൽ ബോഡി കാണാൻ പറ്റുമെന്നുള്ള, അല്ലെങ്കിൽ ഈ നഗര വോട്ടുകൾ മാത്രം എടുത്തിട്ട് അതിനകത്ത് നിന്ന് വരുന്ന വിവരങ്ങൾ വെച്ചിട്ട് സൂചനയായി കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഐ എം നോട്ട് ഷുവർ. പക്ഷേ സംതിങ് സംഗതി അവിടെ ഉണ്ട്. അതിൻ്റെ കൂടെ ഇതുകൂടെ ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കും സംഭവിക്കുന്നത്. അതായത് നേരത്തെ തന്നെ രാഹുൽ ഗാന്ധി ആരോപിച്ച ആ അട്ടിമറി തന്നെയാണ് ഇവിടെ സംഭവിച്ചതെന്നാണോ മനസ്സിലാക്കേണ്ടത്? ഈ നിലവിൽ ഇന്ത്യ സഖ്യത്തിലുള്ള കോൺഗ്രസ് എന്ന പാർട്ടിക്കെതിരെ BJPക്ക് അതിശക്തമായ പ്രചാരണായുധങ്ങളുണ്ട്. ഒന്ന്, കോൺഗ്രസ് നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു പാർട്ടിയാണ്. അവരത് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ട് പറഞ്ഞ് രാഷ്ട്രീയമായി കോൺഗ്രസിനെ ആക്രമിക്കാൻ BJPക്ക് കഴിയും. പക്ഷേ BJP പലപ്പോഴും തോറ്റുപോകുന്ന പ്രാദേശിക കക്ഷികളുടെ മുമ്പിലാണ്. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, ശിവസേന, DMK ഇങ്ങനെയുള്ള പ്രാദേശിക പേരുകളുള്ള പാർട്ടികളോടാണ് BJPക്ക് എതിരിടാൻ കൂടുതൽ പാട്. ആ ബുദ്ധിമുട്ട് അവരനുഭവിക്കുന്നത് പ്രധാനമായും ഈ പറയുന്ന അസംബ്ലി ഇലക്ഷനിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലുമാണ്. അപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിളക്കം കുറഞ്ഞ ജയം, BJPക്ക് ഉണ്ടായ തിളക്കം കുറഞ്ഞ ജയം അവരെ റീതിങ്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. അവരിപ്പോൾ ഇനി ആരുടെ പുറകെയാണ്? അവർ കോൺഗ്രസിനെ വിട്ടു. കാരണം കോൺഗ്രസ് എന്താണ്, രാഹുൽ ഗാന്ധി ഒരു വാർത്താ സമ്മേളനം നടത്തി, വോട്ട് ചോദ്യം നടന്നു, അല്ലെങ്കിൽ മോദി സർക്കാരിനെ ആക്രമിച്ചു, BJPയെ വിമർശിച്ചു എന്നുള്ളതൊന്നും അവരെ ബാധിക്കുന്നില്ല. അവരിപ്പോൾ ലോക്കൽ പാർട്ടികൾക്ക് പുറകെയാണ്. അപ്പോൾ ഇത്തവണ അത് ശിവസേനയെ തീർക്കുക എന്നുള്ളതാണ്. ഒന്ന്, ശിവസേനയെ അവർ പിളർത്തി ദുർബലമാക്കി. 2, അവരെ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് പിഴുതുകളെ. അതിനുവേണ്ടിയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പാക്കുന്നത്. ഞാൻ വിജയിക്കുന്നു എന്നുള്ളതല്ല പറയുന്നത്, വിജയം ഉറപ്പാക്കുന്നു. അത് നിയമസഭയിൽ അവർ അപ്രൂവ് ചെയ്ത് കളഞ്ഞു. ഇനി പഞ്ചായത്ത് തലത്തിൽ പോലും അവരില്ലാതാക്കുക എന്നുള്ള ഒരു തന്ത്രമാണ് ഇപ്പോൾ കണ്ടത് നമ്മൾ. അതിപ്പോൾ മഷി മായ്ക്കുന്ന മഷിയായാലും മഷി അല്ലെങ്കിലും EVM ആയാലും, അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നത്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആരാണ് നിശ്ചയിക്കുന്നത്? അത് സംസ്ഥാന സർക്കാരുകളാണ്. അപ്പോൾ അവ എന്ത് ചെയ്യണം, എങ്ങനെ ജയിക്കണം എന്നുള്ളത് അവരാരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ശിവസേന ദുർബലമാവുന്ന ഒരു വശത്ത് NCP ദുർബലമാവുന്നു. NCP ദുർബലമാവെന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്രയിൽ അതിശക്തമായ പ്രഭാവം, സ്വാധീനമുള്ളൊരു പാർട്ടിയാണ്. ശരത് പവാർ ആണെങ്കിൽ ആ പാർട്ടിക്കും അതിശക്തമായ പ്രഭാവം ഉണ്ടായിരുന്നു. അവരിപ്പോൾ ചിത്രത്തിലില്ല. NCP ശിവസേനയേക്കാൾ ശക്തമായൊരു ഗ്രാസ് റൂട്ട് ലെവലിൽ ശക്തമായൊരു പാർട്ടിയായിരുന്നു NCP. അവരിപ്പോൾ ഇന്ന് ചിത്രത്തിലില്ല. ഇനി അടുത്ത ഊഴം ആരുടേതാണ്? തൃണമൂൽ കോൺഗ്രസിൻ്റെതാണ്. ബംഗാൾ ഇത് വരാൻ പോവുകയാണ്. ബംഗാളിൽ നമ്മളിത്
കാണണം. ബംഗാളിലും SAR നടപ്പാക്കും. SARലൂടെ തൃണമൂലിൻ്റെ ശേഷിയും കുറയ്ക്കും. തൃണമൂലിനെ പിളർത്താൻ അവർക്ക് കഴിയണമെന്നില്ല. കാരണം തൃണമൂലിൽ പിളർത്താൻ മറ്റൊരു സ്വാധീനമുള്ള നേതാവില്ല. മറ്റുള്ള അഭിഷേക് ബാനർജിയാണ്. അദ്ദേഹത്തെ ഏതായാലും മമതയിൽ നടത്തി മാറ്റാൻ കഴിയില്ല. അപ്പോൾ ഇനി അവർ ചെയ്യാൻ പോകുന്ന അസംബ്ലി പിടിക്കുക, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പിടിക്കുക. ഇനി അത് കഴിഞ്ഞുള്ള ഊഴം സമാജ്വാദി പാർട്ടിക്കാണ്. പിന്നെയുള്ള ഊഴം DMKക്കാണ്. അപ്പോൾ DMKയുടെ എത്രമാത്രം സാധ്യമാവുമെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇനി വരാൻ പോകുന്ന UPയിൽ സമാജ്വാദി പാർട്ടിയായിരിക്കും. സമാജ്വാദി പാർട്ടി ഇതുപോലെ ഗ്രാസ് റൂട്ട് ലെവലിൽ വേരുകളുള്ള ഒരു പാർട്ടിയാണ്. ആ പാർട്ടിക്ക് കേഡർമാരുണ്ട്. അപ്പോൾ അവരെ കൂടി ഏതെങ്കിലും വിധേന പിളർത്തുക, അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവരെ തോൽപ്പിക്കുക. ഇപ്പോൾ BJP നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 വട്ടം തുടർച്ചയായിട്ട് ജയിക്കുമ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടിക്ക് വലിയ മുന്നേറ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ആ മുന്നേറ്റം അവസാനിപ്പിക്കാൻ എന്ത് വേണം? ആ മുന്നേറ്റം അവസാനിപ്പിക്കുക, അവരെ ദുർബലമാക്കുക. അങ്ങനെയാണ് ഒരു അനന്തമായ ഭരണത്തിലേക്ക് BJPക്ക് പോകാൻ കഴിയുള്ളൂ. കാരണം 2024 തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചൊരു ഷോക്കറാണ്. അതിൽ നിന്ന് അവർ പാഠങ്ങൾ കൊണ്ടുകൊണ്ട് അവർ തിരിച്ചു വരാൻ ശ്രമിക്കും. ഇനി സംസ്ഥാനങ്ങൾ പിടിക്കുക, അങ്ങനെ കുറച്ച് ജനാധിപത്യം കൂടിപ്പോയ സർ എന്ന് ചോദിക്കുന്നത് പോലെ കുറച്ച് സംസ്ഥാനങ്ങളൊക്കെ പ്രതിപക്ഷം ഭരിക്കട്ടെ എന്നുള്ളൊരു ഔദാര്യം BJP അവസാനിപ്പിക്കാൻ പോകുന്നതിൻ്റെ ലക്ഷണമാണ് നമ്മളിപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും കാണുന്നത്.